ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ ആയിട്ട് വരുന്നത്. ആസ് യൂഷ്വൽ മക്കളെ രണ്ടാളും കളിയിലാണ്. ഓണം വെക്കേഷനൊക്കെ ആണല്ലോ, മോനും സ്കൂളിൽ പോകേണ്ട, പൊടിമോളും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാൻ വീഡിയോ ഇടാതിരുന്നത് എന്താ വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഏട്ടന് സുഖമില്ലാണ്ട് 5-6 മാസമായി. ഹോസ്പിറ്റലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉള്ള ഓട്ടവും പിന്നെ പിള്ളേരുടെ പുറകെയുള്ള ഓട്ടവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വീഡിയോ ഇടാതിരുന്നത്. പൊടിമോള് 1.5 വയസ്സ് കഴിഞ്ഞു. ബോളും കൊണ്ടൊക്കെ കളിയും ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കാത്തൊരു പ്രായമാണല്ലോ. കൂടുതലും പിന്നെ അവളുടെ പുറകെയും എല്ലാം ആയതുകൊണ്ടാണ് വീഡിയോ ഇടാനൊക്കെയുള്ള ഒരു മടിയുണ്ടായിരുന്നത്. അപ്പം നമ്മുടെ യൂട്യൂബ് അവരുടെ ഓരോ ക്രൈറ്റീരിയ കാര്യങ്ങളൊക്കെ ക്രൈറ്റീരിയ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ടെന്നൊക്കെ അറിഞ്ഞു. അപ്പം വീണ്ടും പതിയെ സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ നമ്മുടെ വീഡിയോസ്. അത് കൂടാണ്ട് എനിക്ക് നിങ്ങളോടെല്ലാം ഷെയർ ചെയ്യാനുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഞാനൊരു പുതിയ സംരംഭം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആർട്ടിഫിഷ്യൽ ജാസ്മിൻ ഫ്ലവർ മേക്കിംഗ് ആണ്. എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഇൻസ്റ്റ തുറന്നാലും ഫേസ്ബുക്കും അല്ല യൂട്യൂബൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. അപ്പം ഞാനും എൻ്റെ ഒരു ബോറടി മാറ്റാനും പിന്നെ പൂവാണല്ലോ കാണുമ്പോഴും നമുക്ക് മനസ്സിനും ഒരു സുഖവും സമാധാനവും ഒക്കെ തരുന്ന ഒരു സംഭവം ആയതുകൊണ്ട് ഞാനും ഒന്ന് ചെറിയ രീതിയിലൊന്ന് ചെയ്ത് നോക്കി. കുഴപ്പമില്ല, സക്സസ് ആയിരുന്നു. അപ്പം കുറച്ചുകൂടെ ബൾക്കായിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം പൂ വേണ്ടവരൊക്കെ ഞാനിവിടെ നമ്പർ കൊടുക്കാം. വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യാനുസരണം ഞാൻ എത്തിച്ചു തരുന്നതായിരിക്കും. അപ്പം എല്ലാവരും എൻ്റെ ഈ ചെറിയ സംരംഭത്തിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഒരു ചെറിയൊരു വരുമാനം, നല്ല വർക്കാണ്. അത് കാരണം എനിക്ക് ശരിക്കും പറഞ്ഞാൽ മോളുടെ കാര്യങ്ങളും മോൻ്റെ കാര്യങ്ങളും ഒക്കെ സ്കൂളിൽ പോകുന്നുണ്ടെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. മോളുടെ കാര്യങ്ങളും മോൻ്റെ കാര്യങ്ങളും ഒക്കെ നോക്കിക്കഴിഞ്ഞിട്ട് അവൾ ഉറങ്ങുന്ന സമയത്തൊക്കെയാണ് ഞാൻ ഈ പണിയെടുക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് എന്താ പറയുക, ഞാൻ അതിൻ്റെ റേറ്റും കാര്യങ്ങളും ഒക്കെ അല്ലെങ്കിൽ അതിൻ്റെ മേക്കിങ്ങും കാര്യങ്ങളും എല്ലാം വഴിയെ നമുക്ക് വീഡിയോ വഴിയൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങൾ? എല്ലാവർക്കും ഓണമൊക്കെ ഇങ്ങെടുത്തു. മറ്റന്നാളാണ് ഓണം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നല്ലോ. നമ്മൾക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു സങ്കടമുള്ളത് എന്താണെന്ന് പറഞ്ഞല്ലോ. അത് കഴിച്ചാൽ കുഴപ്പമില്ല, എല്ലാവരും കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഇപ്രാവശ്യം ഞങ്ങൾക്ക് ഓണം ഒന്നും കാര്യമായിട്ടില്ല. പ്രത്യേകിച്ച് അങ്ങനെ ഒരാൾ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ നമുക്ക് പിന്നെ അങ്ങനെ ആഘോഷിക്കാനായിട്ടാവില്ലല്ലോ. അപ്പം എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഓണമൊക്കെ ആഘോഷിക്കുക. പൂ വേണ്ടവർ ഞാൻ വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുക്കാം, വേഗം തന്നെ ഓർഡർ തരിക. ഓണത്തിലേക്ക് പറ്റില്ല എന്ന് എനിക്കറിയാം. ഇനിയും അടുത്ത എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻസിനോ കാര്യങ്ങൾക്കോ ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നമുക്കിത് വാഷ് ചെയ്ത് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന, ദീർഘകാലം കേടുകൂടാതിരിക്കുന്ന സംഭവമാണ്. എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ഒരുമാതിരിപ്പെട്ട ഇപ്പോൾ എല്ലാവർക്കും തന്നെ അറിയാം ഇതിനെക്കുറിച്ചെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം എൻ്റെ ചെറിയ സംരംഭത്തിനെ നിങ്ങൾ വിജയിപ്പിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. സപ്പോർട്ട് തരുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ. നല്ല രീതിയിൽ എല്ലാവരും ഓണം ആഘോഷിക്കുക. ഓക്കെ, വീഡിയോസ് ഞാൻ ഇതിൻ്റെ ഓരോരോ ഘട്ടമായിട്ടുള്ള ഓരോ വീഡിയോസ് ഞാൻ ചെയ്തിടാം. നമുക്കെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ. അത് ഞാനിപ്പോൾ 5 ഇതളിൻ്റെയും 10 ഇതളിൻ്റെയാണ് ചെയ്യുന്നത്. 5 ഇതൾ തന്നെ 3 രീതിയിൽ ഞാൻ കിട്ടുന്നുണ്ട്. അതുപോലെ 10 ഇതളും 3 രീതിയിൽ കിട്ടുന്നുണ്ട്. അതെല്ലാം സെപ്പറേറ്റ് ഞാൻ ഓരോ വീഡിയോസായിട്ട് ചെയ്ത് ഇതാക്കാം. ഞാനിപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന 5 ഇതളിൻ്റെയാണ്. അത് ഒരു ഹെവിയും ഒരു നോർമൽ സ്ട്രിങ്ങുമാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു മീഡിയവും കൂടെ വരാനുണ്ട് കേട്ടോ. അത് അരമുഴമായിട്ടും നമുക്ക് ഒരു മുഴമായിട്ടും ഒക്കെ 46 സെൻറ്റിമീറ്റർ ആണ് ഒരു മുഴമെന്ന് പറയുന്നത്. അത് വേണമെങ്കിൽ അരമുഴമായിട്ടും ചെയ്യാം. പിന്നെ 10 പെറ്റലിൻ്റെ ഈ പറഞ്ഞ പോലെ നോർമലുണ്ട്, ഹെവിയുണ്ട്, മീഡിയം ഉണ്ട്. അപ്പം വേഗം എല്ലാവരും ഓർഡർ തരിക. മോനെയും കൊണ്ടൊക്കെ നിങ്ങൾക്കറിയാമല്ലോ, നമുക്ക് വെളിയിൽ പോയിട്ടൊരു ജോലി ചെയ്യാനുള്ള ഒരു ഓപ്ഷനോ കാര്യങ്ങളോ ഒന്നും എനിക്കില്ല. അങ്ങനെയാണ് ഞാൻ ഇത് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അത് കണ്ടോ, പൊടിമോളുടെ കുരുത്തക്കേടുകളൊക്കെ ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട് ഒരു വഴിക്ക്. അടിപൊളിയായിട്ട് പോകുന്നു, കുഴപ്പമില്ല, ദൈവം സഹായിച്ച് എല്ലാം. ഏട്ടൻ്റെ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളെല്ലാം ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ.
അപ്പം എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേരുന്നു. താങ്ക് യു സോ മച്ച്.